നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകൾ. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനായില്ല. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് വ്യോമയാന മന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി. വിമാനത്തിന്റെ ഭാഗങ്ങൾ മാറ്റിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്ന് ലോകരാജ്യങ്ങളോട് ഇറാൻ. സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ്. സംഘർഷത്തെ തുടർന്ന് പലസ്തീൻ വിഷയത്തിൽ ചേരാനിരുന്ന UN സമ്മേളനം മാറ്റി. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തം. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ പ്രചരണ രംഗത്ത്. അൻവറിനെയും കോൺഗ്രസിനെയും വിമർശിച്ച് പിണറായി വിജയൻ. കൂടെ കൊണ്ടു നടന്നത് കൊടും വഞ്ചകനെയെന്നും ജമാഅത്തെ ഇസ്ലാമിയെ ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 3 ദിവസം ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. മലയോര തീരദേശ മേഖലയിൽ മുന്നറിയിപ്പ്. കൊടും ചൂടിലൊരുങ്ങി ഉത്തരേന്ത്യ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക്. ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് 5 വിക്കറ്റിന്. സെഞ്ചുറി നേടി എയ്ഡൻ മർക്രം. ദക്ഷിണാഫ്രിക്ക ICC കിരീടം നേടുന്നത് 27 വർഷത്തിനു ശേഷം. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനായില്ല. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് വ്യോമയാന മന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാം സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വിമാനത്തിന്റെ ഭാഗങ്ങൾ മാറ്റിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനായി DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം തുടരുകയാണ്. 200-ലധികം പേരുടെ സാമ്പിൾ ഇതുവരെ എടുത്തതായാണ് റിപ്പോർട്ട്. 8 പേരുടെ മൃതദേഹം വിട്ടു നൽകി. DNA പരിശോധന വേഗത്തിലാക്കാനായി ഗുജറാത്ത് സർക്കാർ 36-അംഗ ഫോറൻസിക് വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ പരിസരത്ത് നിന്ന് 21 മൃതദേഹം കണ്ടെത്തി. ഇതിൽ 9 മൃതദേഹം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരുടേതാണ്. പരിക്കേറ്റ 20 പേരിൽ 12 പേർ ആശുപത്രി വിട്ടു. അതേസമയം വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പൈലറ്റുമാരുടെ സംഭാഷണം അടങ്ങുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡറിനായും രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായും തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ DNA പരിശോധനയ്ക്കായി സഹോദരനിൽ നിന്നും സാമ്പിൾ ശേഖരിക്കും. DNA സാമ്പിളുകൾ നൽകിയാലും പരിശോധന പൂർത്തിയാക്കാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് സൂചന. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തെ തുടർന്ന് വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധന നടക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് നിർദ്ദേശവുമായി എയർ ഇന്ത്യ. യാത്രക്കാർക്ക് വേണമെങ്കിൽ ടിക്കറ്റുകൾ റദ്ദാക്കുകയോ ടിക്കറ്റ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റുകയോ ചെയ്യാം. ടിക്കറ്റ് റദ്ദാക്കിയാൽ റീഫണ്ട് ലഭിക്കുമെന്നും അധികൃതർ എക്സിലൂടെ അറിയിച്ചു. 9 ബോയിംഗ് ഡ്രീംലൈനർ വിമാനങ്ങളിലെ പരിശോധന പൂർത്തിയായി. 24 വിമാനങ്ങൾ കൂടി DGCA പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദീർഘദൂര സർവീസുകളിൽ പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കും. സർവീസിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടായാൽ ഉപഭോക്താക്കളെ യഥാസമയം അറിയിക്കും. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് വെബ്സൈറ്റ് നോക്കണമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ അശാന്തം. ഇസ്രായേൽ-ഇറാൻ സംഘർഷം കനക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത പ്രഹരമാണ് ഇറാൻ നൽകിയത്. അതേസമയം ഇസ്രായേലിന്റെ പോർവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ വാദം ഇസ്രായേൽ തള്ളി. മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ തീ പടർത്തി ഇസ്രായേൽ-ഇറാൻ സംഘർഷം യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനം മികച്ചതാണെന്ന ഇസ്രായേൽ അവകാശവാദം ഒരിക്കൽ കൂടി കാറ്റിൽ പറത്തിയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവുമായിരുന്നു ഇസ്രായേലിന് മേൽ ഇറാൻ വർഷിച്ചത്. ജെറുസലേമിൽ നടത്തിയ ഉഗ്രസ്ഫോടനത്തിൽ 50ഓളം സാധാരണക്കാർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയും ആക്രമണം നടത്തി. ടെൽ അവീവിലേക്ക് നിലയ്ക്കാത്ത മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത്.
തങ്ങളുടെ പ്രധാനപ്പെട്ട 6 ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക തലവനെയും കൊലപ്പെടുത്തിയ ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചിട്ടേ ഇനി പിന്മാറുകയുള്ളൂ എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി പ്രതികരിച്ചു. അതേസമയം തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം വീണ്ടും നടത്തി. എന്നാൽ ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്രതലവന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. നയതന്ത്ര പരിഹാരം വേണമെന്ന് ഖത്തർ ആവശ്യപ്പെടുമ്പോൾ സമാധാന ആഹ്വാനവുമായി UN സെക്രട്ടറി ജനറലും രംഗത്ത് വന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇസ്രയേലിനെ പിന്തുണയ്ക്കരുതെന്ന് ലോകരാജ്യങ്ങളോട് ഇറാൻ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇല്ലെങ്കിൽ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതിനിടെ പലസ്തീൻ വിഷയം ചർച്ച ചെയ്യാനായി ചേരാനിരുന്ന UN സമ്മേളനം മാറ്റി. സൗദിയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ ന്യൂയോർക്കിലാണ് യോഗം ചേരാനിരുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടെ കൊണ്ടു നടന്നത് കൊടും വഞ്ചകനെയെന്ന് അൻവറിന് പരോക്ഷ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന സംഘടനയല്ല CPM എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ നാടിൻ്റെ ബഹുജനങ്ങളുടെ മതനിരപേക്ഷതയുടെ പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളത്. ആ നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല LDF എന്നതാണ് ഞങ്ങൾക്കതിൽ വ്യക്തമാക്കാനുള്ള കാര്യം. പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടി പരിശോധനാ വിവാദം. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ് എന്നിവർ സഞ്ചരിച്ച വാഹനം വടപ്പുറത്ത് വെച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കരുളായി പഞ്ചായത്ത് സെക്രട്ടറിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപ്പുറത്ത് ഷാഫി പറമ്പിൽ MPയുടെ വാഹനം പരിശോധിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡാണ് പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. വാഹനത്തിൽ ഷാഫി പറമ്പിലിനെ കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും ഉണ്ടായിരുന്നു. വാഹന പരിശോധനയിൽ അസംതൃപ്തരായ നേതാക്കൾ ഉദ്യോഗസ്ഥരോട് കയർത്തു. നീ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പെട്ടി തുറക്കാനാ പറഞ്ഞു. ജസ്റ്റ് ഓപ്പൺ ചെയ്യാനല്ല. ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ പെട്ടി എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു. ഫുള്ള് തുറന്നു. വാഹനം പരിശോധിച്ച ശേഷം അകത്തുണ്ടായിരുന്ന പെട്ടി പരിശോധിക്കാതിരുന്നതാണ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. എന്നാൽ സാധാരണഗതിയിലുള്ള പരിശോധനയാണെന്നും അസ്വാഭാവികത ഒന്നുമില്ലെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയെങ്കിലും യുവനേതാക്കൾ തൃപ്തരായില്ല. അതിനിടെ പരിശോധനയിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ തന്നെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായുള്ള പരിശോധനയാണെന്നും പരിശോധന സംബന്ധിച്ച് നേരത്തെ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് നടന്നത്. പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും പൊതുജനം സഹകരിക്കണമെന്നും കലക്ടർ അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ വാഹനം പരിശോധിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നടപടിയെ വിമർശിച്ച് ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും. മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഇരുവരും പറഞ്ഞു. വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം ഞങ്ങളുടെ പെട്ടി കണ്ടാൽ ഇങ്ങോട്ട് എന്തെങ്കിലും തരാൻ തോന്നുന്നുവെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പ്രതികരിച്ചത്. ഒരേ വിവാദം, ഒരേ നേതാക്കൾ, സ്ഥലവും സമയവും മാത്രമാണ് മാറിയത്. നിലമ്പൂരിലെ പെട്ടി പരിശോധനാ വിവാദത്തെ അങ്ങനെ പറയാം. പാലക്കാടും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തന്നെയായിരുന്നു പെട്ടി വിവാദത്തിന്റെ ഭാഗമായത്. നിലമ്പൂരിൽ പക്ഷേ വാഹന പരിശോധനയ്ക്കിടെയാണ് പെട്ടി തുറന്നുള്ള പരിശോധന ഉണ്ടായത് എന്ന് മാത്രം. അതും നേതാക്കളുടെ നിർബന്ധപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടി പരിശോധിച്ചത്. പരിശോധനയിൽ പരാതിയില്ലെന്നും പക്ഷേ എന്തായിരുന്നു ഉദ്ദേശം എന്നതാണ് പ്രശ്നമെന്നും ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ, അവർ നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ?
പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പ്രതികരണം. ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അപമാനിക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ വന്ന സ്വാഭാവിക പ്രതികരണം മാത്രമെന്നും വിശദീകരണം. അപ്പോൾ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ അതിനോട് സ്വാഭാവികമായ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ട്. അതേസമയം സാധാരണ പരിശോധനയെ വിവാദമാക്കുന്നത് മറ്റൊരു വിഷയവും ഉന്നയിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായി സ്വീകരിക്കപ്പെട്ട UDF-നെയാണ് ഇവിടെ കാണുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? പിന്നെ പക്ഷേ ഞങ്ങൾ രാജാക്കന്മാരാന്നാ നമ്മളൊന്നും ഒരു തരത്തിലും പരിശോധിക്കും. ഞങ്ങളെല്ലാം വാഹനങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ആർക്കും പരിശോധിക്കുന്നതിന് കുഴപ്പമുള്ള പരിശോധനകളിൽ പാലിക്കേണ്ട രീതികൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായതെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിലാണ്. അന്വേഷണം ഞങ്ങൾ പെട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ പരിശോധിക്കുന്നവർക്ക് വല്ലതും ഞങ്ങൾക്ക് തന്നിട്ട് പോകാനേ തോന്നുള്ളൂ. ആ രീതിയിലാണ് ഞങ്ങളുടെ സ്ഥിതി. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങളെക്കാൾ വിവാദ വിഷയങ്ങളാണ് ഓരോ ദിവസവും ചർച്ചയാകുന്നത്. അമൃത ന്യൂസ്, നിലമ്പൂർ. നിലമ്പൂരിലെ പെട്ടി വിവാദം മുഖ്യമന്ത്രിയുടെ അഭ്യാസമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. LDF-ന്റെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് പുറത്തുവരുന്നത്. പരാജയ ഭീതിയിൽ LDF എന്തൊക്കെയോ കാണിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. വാഹന പരിശോധന നടത്തിയിട്ട് അവർക്ക് വല്ലതും കിട്ടിയോ എന്ന് എനിക്കറിയില്ല. അവർക്ക് വല്ലതും കിട്ടുമെന്ന് കരുതി മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോൾ ആ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് UDF-ന്റെ MPമാരും MLAമാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. ഇന്നലെ ഞാൻ മനസ്സിലാക്കിയത് ഷാഫി പറമ്പിൽ സഞ്ചരിച്ചിരുന്ന വണ്ടി തടഞ്ഞു നിർത്തി അതിൻ്റെ പരിശോധന നടത്തി. എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇത് ഒരു വില കുറഞ്ഞ ഏർപ്പാടിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. വില കുറഞ്ഞ ഏർപ്പാടിലേക്ക് സർക്കാർ പോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ വെച്ച്, നിലമ്പൂരിലെ ഒരു അവസ്ഥ വെച്ച് പരാജയ ഭീതി പൂണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഈ പരിശോധനയും മറ്റും നടത്തുന്നത്. വാഹന പരിശോധനാ വിഷയത്തിൽ യുവ നേതാക്കൾ നാടകം കളിച്ച് പരിഹാസ്യരാവുകയാണെന്ന് AP അബ്ദുള്ളക്കുട്ടി. തന്റെ വാഹനവും പരിശോധിച്ചു. LDF-ഉം UDF-ഉം തീവ്രവാദികളുടെ വോട്ടിനു വേണ്ടി പരക്കം പായുകയാണ്. മതേതരവാദിയായ ആര്യാടന്റെ മകൻ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമാണെന്ന് പറയാൻ പിണറായിക്കും റിയാസിനും ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഈ രാഹുലും ഷാഫിയും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് വല്ല കോമഡി സീനിലും പോയി അഭിനയിക്കുന്നതാണ് നല്ലത്. സത്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ഇപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കാറും ഇതിൻ്റെ അതിർത്തിയിൽ വെച്ച് പരിശോധിച്ചു. അത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിനെ പ്രവർത്തനത്തെ സുതാര്യമാക്കാൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഏജൻസിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. അവരുടെ അധികാരമാണ്. അതിൻ്റെ ഭാഗമായി ഈ യുവ നേതാക്കളുടെ വാഹനം പരിശോധിച്ചപ്പോൾ അവർ പെട്ടി പുറത്ത് വലിച്ചെറിഞ്ഞ് അവർ നാടകം കളിക്കുകയായിരുന്നു. വളരെ പരിഹാസ്യമാണ് ഈ. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. പള്ളിക്കൽ, വാമനപുരം എന്നീ നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്ത് മഴ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മഴ കൂടിയിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. 5 ജില്ലകളിൽ റെഡ് അലർട്ടും നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
ജനി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയ്ക്ക് ജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയൊരു നേരിയ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ 5 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്താണ് 5 ജില്ലകളിൽ റെഡ് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ രാവിലെയൊക്കെ തന്നെ 2 ജില്ലകളിൽ മാത്രമായിരുന്നു റെഡ് അലർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത്തരത്തിൽ മഴയുടെ തീവ്രത കണക്കിലെടുത്ത് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൂടാതെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴയുടെ സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച 5 ജില്ലകളിൽ നാളെയും റെഡ് അലർട്ട് തുടരും. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലാക്രമണത്തിനും ശക്തമായ തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മണിക്കൂറിൽ ഏകദേശം 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ അതിതീവ്ര മഴയിലും കാറ്റിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലും ആലപ്പുഴയിലും മരങ്ങളുടെ ചില്ലയൊടിഞ്ഞു വീണ് വാഹനങ്ങൾക്കും വീടുകൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വെട്ടുകാട് വലിയ രീതിയിലുള്ള കടലാക്രമണം കൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരുന്ന 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ജനി. ശരി ആതിര, സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. പള്ളിക്കൽ, വാമനപുരം എന്നീ നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ പഴയ ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണു. ഉപയോഗശൂന്യമായ കെട്ടിടമായതിനാൽ വലിയ അപകടമൊഴിവായി. കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങൾ നാട്ടുകാരും മീഞ്ചന്ത ഫയർഫോഴ്സും ചേർന്ന് എടുത്തുമാറ്റി. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനെ തുടർന്ന് സ്ഥലത്ത് ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. ഇതുപോലെ പൊളിഞ്ഞു വീഴാറായ നിരവധി പഴയ കെട്ടിടങ്ങൾ മാങ്കാവ് ഭാഗത്തുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറച്ച് വാഹനങ്ങൾക്ക് കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ്. കുറേ കാലമായിട്ട് പ്രവർത്തിക്കാത്ത കെട്ടിടമാണ്. ആളുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള 100% ഉറപ്പാണ്. എങ്കിൽ പോലും അവസാനം ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊളിച്ച് നീക്കാനുള്ള പ്ലാനൊന്നുമില്ല. റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമിഷൻ കിട്ടിയാൽ തിരക്കിടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു 10-25 ബൈക്ക് തന്നെ ഉണ്ട്. ഒരു തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണല്ലോ അത്. ഇതിൻ്റെ ഉള്ളിൽ ആളുകളൊന്നും ഇല്ലാത്ത എന്താ ഒരു ഭാഗ്യത്തിൽ കഴിച്ചതാണ്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇനി മാങ്കാവിൽ പഴയ കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളൊക്കെ പിന്നെ ഇനിയും വീഴാനുള്ള ചാൻസും ഉണ്ട്. കായംകുളം കൊറ്റംകുളങ്ങരയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ഒരു ഭാഗം മഴയിൽ ഒലിച്ചുപോയി. മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് ഒലിച്ചുപോയത്. വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടു. വെള്ളക്കെട്ടായതിനാൽ കുഴി കാണാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഒരു ലോറി നേരത്തെ അപകടത്തിൽപ്പെട്ടിരുന്നു. താഴ്ന്ന പ്രദേശമായതിനാൽ മണ്ണിട്ട് ഉയർത്തിയാലും വീണ്ടും ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉയരപാത വേണമെന്നുള്ള ആവശ്യം ആദ്യം മുതൽ തന്നെ നാട്ടുകാർ ഉയർത്തിയിരുന്നു. ജനങ്ങൾക്ക് വീണ്ടും തലവേദനയായി ആലപ്പുഴയിലെ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കളർകോട് മുതൽ പലയിടങ്ങളിലും അശാസ്ത്രീയ നിർമ്മാണ രീതി അപകടക്കണിയായി മാറിയെന്നാണ് പരാതി. അപകട മേഖലയിൽ സൂചനാ ബോർഡുകളെങ്കിലും സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നിർമ്മാണം പൂർത്തിയായ ഭാഗത്തേക്ക് നിലവിലുള്ള റോഡിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്ന ഭാഗത്താണ് കെണികളേറെ. അശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ അപകടം ഉറപ്പ്. രാത്രി സമയങ്ങളിൽ റോഡിലെ തിരിവുകൾ തിരിച്ചറിയാതെ ഉണ്ടാകുന്ന അപകടങ്ങൾ പെരുകുകയാണ്. കളർകോട് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് സർവീസ് റോഡുമായി ബന്ധിപ്പിച്ച് അടുത്തിടെ താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു. പുതിയ റോഡ് കണ്ട് വാഹനങ്ങൾ പെട്ടെന്ന് തിരിക്കുന്നതും താൽക്കാലിക റോഡിൽ നിന്ന് നിലവിലുള്ള ദേശീയപാതയിലേക്ക് അശ്രദ്ധമായി വാഹനങ്ങൾ പ്രവേശിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. പറവൂർ വാട്ടർ വർക്സിനും കപ്പക്കടയ്ക്കുമിടയിൽ അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന്റെ പണി നടക്കുന്നതിനാൽ ഇരുവശങ്ങളിലും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം. അമ്പലപ്പുഴ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതിയിൽ ഇടുങ്ങിയതായതിനാൽ അപകട സാധ്യതയേറെയാണ്. റോഡരികിലൂടെ പോകുന്ന കാൽനട യാത്രികർ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകും വരെ സുഗമമായ യാത്ര അസാധ്യം. എന്നാൽ രാത്രിയിലും കാണുന്ന തരത്തിൽ സൂചനാ ബോർഡുകളും വെളിച്ചവുമൊരുക്കി യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.
ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഇത് വ്യക്തമായത്. വനത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ചുവെന്നാണ് ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ മരിച്ച സീതയുടെ പോസ്റ്റ്മോർട്ടത്തിൽ വന്യമൃഗ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല. സീതയുടെ തല പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചുവെന്ന് വ്യക്തമായി. വലതുഭാഗവും ഇടതുഭാഗവും മരത്തിൽ ഇടിപ്പിച്ചതാകാനാണ് സാധ്യത. തലയ്ക്ക് പിന്നിൽ വീണതിന്റെയും മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടന്നതിന്റെയും പാടുകളുണ്ട്. ശക്തിയായി പാറയിലേക്ക് മലർന്നു വീണതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. ഇടതുവശത്തെ 7 വാരിയെല്ലുകളും വലതുവശത്തെ 6 വാരിയെല്ലുകളും പൊട്ടിയിട്ടുണ്ട്. 3 എണ്ണം ശ്വാസകോശത്തിൽ കയറി. നാഭിക്ക് തൊഴിയേറ്റിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വെള്ളിയാഴ്ച വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ സീതയെയും തന്നെയും കാട്ടാന ആക്രമിച്ചുവെന്നായിരുന്നു ബിനു പോലീസിനോട് പറഞ്ഞത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ ബിനുവിന്റെ മൊഴിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയിരുന്നു. വനം വകുപ്പിന് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളൊന്നും തന്നെ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ കാണപ്പെടുന്ന മുറിവുകളുമായിട്ട് യാതൊരു സാമ്യവുമില്ലായിരുന്നു. മാത്രമല്ല മാരകമായ മുറിവുകളൊന്നും പുറമേ കാണുവാനുമില്ലായിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ മാത്രമല്ല ഈ സീതയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ശ്രീ ബിനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വിവരം വനംവകുപ്പിനെ വിളിച്ച് അറിയിക്കുന്നതും അതിനെ തുടർന്ന് നമ്മുടെ വനംവകുപ്പ് ജീവനക്കാരാണ് സ്ഥലത്തെത്തി ഇവരെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ കുറച്ച് ദൂരം നടന്നാണ് വന്നതെന്നാണ് ശ്രീ ബിനുവിൻ്റെ മൊഴിയിൽ ആദ്യം പറഞ്ഞത്. പിന്നീട് വീഴാറായപ്പോൾ എടുത്തുകൊണ്ട് വന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ജീപ്പിൽ കയറ്റി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ ഇവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ആനയുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുറിവുകളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല തന്നെയും ആന ആക്രമിച്ചു എന്ന് ശ്രീ ബിനു പറഞ്ഞു. ആന ആക്രമിച്ചെന്നല്ല, തന്നെ ആനയെടുത്ത് എറിഞ്ഞിരുന്നു. അതായത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ ആനയെടുത്ത് എറിഞ്ഞിരുന്നു എന്ന് ബിനു പറഞ്ഞിരുന്നു. കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചുവെന്ന വിവരം അറിഞ്ഞതോടെ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പീരുമേട് വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. സീതയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വനം വകുപ്പും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറാൻ ഒരുങ്ങുന്നതിനിടെയാണ് സംഭവം കൊലപാതകമാണെന്ന വിവരം പുറത്തുവന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. രാജ്യത്ത് കോവിഡ് മരണങ്ങൾ കൂടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9 പേർ മരിച്ചു. 7400 രോഗികളാണ് നിലവിലുള്ളത്. 11967 പേർ രോഗമുക്തരായി. കേരളത്തിൽ 3 മരണവും മഹാരാഷ്ട്രയിൽ 4 മരണവും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഓരോ മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. 2109 രോഗികളാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഒരു ദിവസത്തിനുള്ളിൽ 54 പേർക്കാണ് രോഗം ബാധിച്ചത്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ 1437 രോഗികളാണ് ഇപ്പോൾ ഉള്ളത്. കോവിഡ് ബാധിതരുടെ എണ്ണം പ്രതിദിനമുയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണം. പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുമുള്ളവർ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കണം. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കഴിവതും മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണം. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ ശബ്ദരേഖ വിവാദത്തിനിടെ ശബ്ദ സംഭാഷണം നടത്തിയ നേതാക്കളുമായി വേദി പങ്കിട്ട് ബിനോയ് വിശ്വം. തനിക്കറിയാവുന്ന നേതാക്കൾ തന്നെക്കുറിച്ച് മോശമായി പറയില്ലെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. അതേസമയം ആരെക്കുറിച്ചും ശബ്ദ സന്ദേശം നടത്തിയിട്ടില്ലെന്നും ആരോടും ഖേദപ്രകടനം നടത്തിയിട്ടില്ലെന്നും ആരോപണം നേരിട്ട നേതാവ് കമലാ സദാനന്ദൻ പറഞ്ഞു. പാർട്ടിയിൽ സംസ്ഥാന തലത്തിലടക്കം ചർച്ചയായ വിഷയമാണ് ബിനോയ് വിശ്വത്തിനെതിരെ പുറത്തുവിട്ട ശബ്ദരേഖ. പാർട്ടി സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദന്റെയും ജില്ലാ സെക്രട്ടറി KM ദിനകരന്റേതുമായിരുന്നു സന്ദേശം. ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റണമെന്ന് സൂചിപ്പിച്ചായിരുന്നു ശബ്ദരേഖ പുറത്തു വന്നത്. ഇങ്ങനെ പോയാൽ ബിനോയ് വിശ്വം നാണം കെട്ട് പടിയിറങ്ങേണ്ടി വരുമെന്നും ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നു. സംഭവം വിവാദമായതോടെ പാർട്ടി നേതാക്കളോട് വിശദീകരണം തേടിയിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാനതല കമ്മിറ്റിയെയും നിയോഗിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കമ്മിറ്റിയുടെ അന്വേഷണം നടക്കുക. തനിക്കറിയാവുന്ന നേതാക്കൾ തന്നെക്കുറിച്ച് മോശമായി പറയില്ലെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. അതിനകത്ത് അടിയന്തരമായ പലരുടെ മക്കൾ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങൾ, അതിൻ്റെ പാർട്ടിയാണ് CPI. ആ പാർട്ടിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്കും അറിയാം. എല്ലാം മീഡിയയിൽ വന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അതേസമയം നേതാക്കൾക്കെതിരെ എങ്ങും തൊടാതെയുള്ള വിമർശനം ബിനോയ് വിശ്വം നടത്തി.
പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാത്തവരുണ്ടെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. സംഭവത്തെക്കുറിച്ച് പാർട്ടി വിശദീകരണം നൽകുമെന്നാണ് കമലാ സദാനന്ദൻ പറഞ്ഞത്. അതൊക്കെ പാർട്ടി പറയും. പറഞ്ഞിട്ടുണ്ട്. ഖേദപ്രകടനം നടത്തിയത് ഖേദപ്രകടനം നടത്തിയില്ല. CPI എറണാകുളം മണ്ഡലം സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് മൂവരും വേദി പങ്കിട്ടത്. അമൃത ന്യൂസ്, കൊച്ചി. CPIM കൊയിലാണ്ടി മുൻ ഏരിയ സെക്രട്ടറി NV ബാലകൃഷ്ണനെതിരെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പേരിൽ കേസ്. ജനാധിപത്യവേദി കോഴിക്കോടിന്റെ ബാനറിലുള്ള കാർട്ടൂൺ അശോക സ്തംഭത്തെ അപമാനിച്ചുവെന്ന് കാണിച്ച് കൊയിലാണ്ടി പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. ഫെബ്രുവരി 25-ന് NV ബാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കാർട്ടൂണിന്റെ പേരിലാണ് നടപടി. TP ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് CPM വിട്ട നേതാവാണ് NV ബാലകൃഷ്ണൻ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. നാളെ രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും ഗണപതി ഹോമം, ഉഷപൂജ, നെയ്യഭിഷേകം, ഉച്ചപൂജ, ദീപാരാധന, അത്താഴപൂജ എന്നീ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ഇവയ്ക്ക് പുറമെ എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും നടക്കും. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ജൂൺ 19-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ആലുവ ചൂണ്ടിക്കവലയിൽ റോഡിലെ കുഴിയിൽ ചാടിയ ഇരുചക്ര വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ് യുവാവിന് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. മഴയെ തുടർന്ന് കുഴിയിൽ വെള്ളം നിറഞ്ഞതോടെ ഇവിടെ അപകടം പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആലുവ സ്വദേശി ഷിഹാബിനാണ് വണ്ടി കുഴിയിൽ വീണ് പരിക്കേറ്റത്. കൈക്കും തലയ്ക്കും പരിക്കുണ്ട്. അപകടത്തെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരക്കേറിയ റോഡിലെ വലിയ കുഴികളിൽ വീണ് മുൻപും നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. റോഡിന് കുറുകെയുള്ള കലുങ്ക് അടഞ്ഞുപോയതോടെ വെള്ളക്കെട്ട് രൂക്ഷമായതാണ് അപകടം വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി സ്ഥിരമായി മഴ ആരംഭിക്കുമ്പോൾ കുഴി രൂപാന്തരപ്പെടുകയും പലരും അപകടത്തിൽപ്പെടുകയും മാരകമായ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. 5-6 വർഷത്തോളമായി എല്ലാ വർഷവും നമ്മളിത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആലുവ മൂന്നാർ റോഡിൽ പഴങ്ങനാടി തിരിഞ്ഞു പോകുന്ന പ്രധാന കവലയാണിത്. തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങൾ പതുക്കെ പോകുന്നതിനാൽ അപകടമുണ്ടായാലും വലിയ പരിക്കുകൾ ഒഴിവാകാറുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടി വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി. അനസ്തേഷ്യക്കിടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരണപ്പെട്ട സിനീഷിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സബ് കളക്ടറും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായത്. അനാസ്ഥ വരുത്തിയവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് ബന്ധുക്കൾക്ക് സബ് കളക്ടർ ഉറപ്പു നൽകി. ഹെർണിയയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിനീഷിനെ അനസ്തേഷ്യ നൽകിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. തുടർന്ന് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ നൽകിയെങ്കിലും അധികം വൈകാതെ നില ഗുരുതരമാവുകയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ആശുപത്രിയിൽ വെച്ച് വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തു. അനസ്തേഷ്യയിലുണ്ടായ പാകപ്പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടന്നത്. ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ. DMO വന്ന ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല. ഉറപ്പുകൾ എഴുതി നൽകണമെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇതിനെനിക്ക് കൃത്യമായ ഒരു തീരുമാനം കിട്ടാതെ അവന്റെ ബോഡി ഞാൻ കൈപ്പറ്റില്ല. അവര് തെളിവുകളൊന്നും ക്യാമ്പർ ചെയ്യാതെ അവരെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി പാർട്ടിക്കാർക്ക് പറയും കേട്ടോ. ഇവിടുത്തെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടുന്ന ഏർപ്പാട് എടുത്ത് പറഞ്ഞ് ഏർപ്പാടാക്കാം. തുടർന്ന് സബ് കളക്ടർ അഖിൽ മേനോനെത്തി കുടുംബവുമായി ചർച്ച നടത്തി. ചികിത്സയിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ വകുപ്പുതല നടപടികൾ ഇന്നു തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത്. ഫാമിലിയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് നമുക്ക് ഇന്ന് തന്നെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു ഡിമാൻഡ് നമ്മൾ പൂർണ്ണമായിട്ടും അഡ്ഹിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തീരുമാനം DMOന്റെ തലത്തിലുണ്ടായിട്ടുണ്ട്. കളക്ടറുടെ ഉറപ്പിന്മേൽ വിശ്വാസമുണ്ടെന്നും മൃതദേഹം സ്വീകരിക്കുകയാണെന്നും ബന്ധുക്കൾ അറിയിച്ചു. തീരുമാനം അംഗീകരിക്കുകയാണ്. കളക്ടറെ നമുക്ക് വിശ്വസിക്കുകയാണ്. ഉള്ള വാക്കുകളെ വിശ്വസിക്കണം. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി.
അമൃത ന്യൂസ്, തൃശൂർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചു. ജമ്മുകാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്ത പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് അപകീർത്തി നോട്ടീസ്. വ്യാജ പ്രചരണം നടത്തി ഇസ്ലാമോഫോബിയ പടർത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് MV ഗോവിന്ദൻ നടത്തുന്നതെന്ന് നോട്ടീസിൽ പറയുന്നു. ഒരു മുസ്ലിം സംഘടനയെ ദേശവിരുദ്ധരും അപകടകാരികളുമായി ചിത്രീകരിച്ച് ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം വളർത്താനാണ് MV ഗോവിന്ദന്റെ ശ്രമം എന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. അപകീർത്തിക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരവും വിഷയത്തിൽ പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. നിരവധി തവണ മാറ്റിവെച്ച ആക്സിയം 4 ദൗത്യം വ്യാഴാഴ്ചയെന്ന് സൂചന. ഫാൽക്കൺ 9 റോക്കറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ISRO, ആക്സിയം സ്പേസ്, സ്പേസ് എക്സ് എന്നിവ തമ്മിലുള്ള നിർണായക ഏകോപന യോഗത്തിന് ശേഷമാണ് വിക്ഷേപണ തീയതി സ്ഥിരീകരിച്ചത്. 2 ആഴ്ച ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാകും ശുഭാൻഷു അടക്കമുള്ള 4 അംഗ സംഘം തിരിച്ചെത്തുക. ഈ ദൗത്യത്തോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ എന്ന ചരിത്രം ശുഭാൻഷു ശുക്ലയ്ക്ക് സ്വന്തമാകും. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് കന്നി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം. ലോർഡ്സിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ 5 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഓസീസിനെ വീഴ്ത്തിയത്. ക്ലബ് ഫുട്ബോൾ ലോകകപ്പിന്റെ പരിഷ്കരിച്ച പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ പുലർച്ചെ 5:30 ആതിഥേയരായ ഇന്റർ മയാമിയും ഈജിപ്ത് ക്ലബായ അൽ ഹൈലിയും ഏറ്റുമുട്ടും. 32 ടീമുകളിൽ മെസ്സിയും ടീമും ഉണ്ടെങ്കിലും റൊണാൾഡോയുടെയും നെയ്മറിന്റെയും ടീമുകൾ യോഗ്യത നേടിയിട്ടില്ല. ലോക ഫുട്ബോളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ പല രാജ്യങ്ങളിലെ ക്ലബ്ബുകളിലേക്ക് ചേക്കേറിയ കളിക്കാരുടെ സംഗമം കൂടിയാണ് ക്ലബ് ലോകകപ്പ്. അമേരിക്കയിലെ 11 നഗരങ്ങളിലെ 12 വേദികളിൽ നടക്കുന്ന ടൂർണമെന്റിൽ ലോകത്തെ 32 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 48 ടീമുകൾ പങ്കെടുക്കുന്ന അടുത്ത വർഷത്തെ ലോകകപ്പിനായുള്ള മുന്നൊരുക്കം കൂടിയാണ് അമേരിക്കയ്ക്ക് ഈ ചാമ്പ്യൻഷിപ്പ്. എല്ലാ മേഖലയിൽ നിന്നുള്ള ടീമുകളിൽ ഓരോ മേഖലാ ചാമ്പ്യന്മാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു മുമ്പ്. ഇക്കുറി അതിന് മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ പുറത്തെടുത്ത പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്ലബ്ബുകളുടെ തെരഞ്ഞെടുപ്പ്. ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, സെർജിയോ റാമോസ്, ലൂയിസ് സുവാരസ്, ഓൺടോയിൻ ഗ്രീസ്മാൻ, ഹാരി കെയ്ൻ, എർലിംഗ് ഹാലൻഡ്, തിയാഗോ സിൽവ, ഏഞ്ചൽ ഡി മരിയ, ജൂലിയൻ അൽവാരസ് തുടങ്ങിയ വമ്പൻ താരങ്ങളെല്ലാം വിവിധ ക്ലബ്ബുകൾക്കായി ഇറങ്ങും. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കളിക്കാനാകില്ല. സൗദി ലീഗിൽ റൊണാൾഡോയുടെ ക്ലബ് അൽ നസറിന് യോഗ്യത നേടാനായിട്ടില്ല. ബ്രസീൽ ക്ലബായ സാൻഡ്രോസ് ഇല്ലാത്തതിനാൽ നെയ്മറിന്റെ സാന്നിധ്യവുമില്ല. മുഹമ്മദ് സല, ലാമിൻ യമാൽ, റഫീനിയ, റൊമേലു ലുക്കാക്കോ തുടങ്ങിയവരും ടൂർണമെന്റിനില്ല. ആരാധകരുള്ള ബാഴ്സലോണ, ലിവർപൂൾ, ആഴ്സണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, AC മിലാൻ എന്നീ ടീമുകളില്ലാത്തത് ടൂർണമെന്റിന്റെ ആവേശം കെടുത്തും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.